ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എപ്പിസോഡ് 525 എപ്പിസോഡ് ആണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ പുനരുദ്ധാനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധനായ പൗലോസ്ലീഹ പുനരുദ്ധാനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 ജൂൺ 2026, ഈ മാസത്തെ 3-ാമത്തെ ദിവസം, പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 10-ാമത്തെ ദിവസം, ഈ വർഷത്തെ 154-ാമത്തെ ദിവസം ആണ്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. നാളെ UKG LKGയിലുള്ള കുഞ്ഞുങ്ങളും ജോയിൻ ചെയ്യുകയാണ്. നാം അവരെ ശരിയായ രീതിയിൽ ആദ്യ തൊട്ട് ആത്മീയമായി വളർത്തുന്നുവെങ്കിൽ അവർ ദൈവവേദലായി ഈ ലോക ജീവിതം സഫലമാക്കുവാൻ അവർക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ട് മാതാപിതാക്കൾ അവരെ ആത്മീയമായി വളർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണമേ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും 3 അടിസ്ഥാന പ്രമാണങ്ങൾ ചേർന്നത് ആയിരിക്കണം. ഒന്നാമതായി കർത്താവ് കൽപ്പിച്ചതായിരിക്കണം. രണ്ടാമത്തേത് അപ്പോസ്തലന്മാർ ചെയ്തതായിരിക്കണം. മൂന്നാമതായി ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളിൽ ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിച്ചാൽ പല അബദ്ധങ്ങളിൽ നിന്നും നാം ഒഴിവാകും. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒന്നാമത്തേത് കർത്താവ് കൽപ്പിച്ചതായിരിക്കണം. രണ്ടാമത്തേത് അപ്പോസ്തലന്മാർ ചെയ്തതായിരിക്കണം. മൂന്നാമതായി ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളിൽ ഉണ്ടായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ എഴുതി, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. 1 തെസ്സലോനിക്കർ 5:23 ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ പ്രത്യാശയാണ് അപ്പോസ്തലൻ നമുക്ക് നൽകുന്നത്. മരണത്തെക്കുറിച്ചുള്ള ശ്ലീഹായുടെ വീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഈ ലോക ജീവിതം ഒരു കൂടാരവാസകാലമായി വിവക്ഷിക്കുന്നു. യഹൂദ ചരിത്രം എടുത്താൽ അവരുടെ പൂർവീക പിതാക്കന്മാരെല്ലാം കൂടാരം വിട്ട് കൂടാരത്തിൽ താമസിച്ചിരുന്നത് ഉദാഹരണമാണ്. കൂടാര പെരുന്നാൾ പോലും അതിന്റെ പ്രതീകമാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നറിയുന്നു. അമർത്യതയെ ധരിക്കുന്നതിനെ പറ്റി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മരണത്തിൽ നാം ശരീരം വിട്ട് കർത്താവിനോട് കൂടെയാകുമെന്ന സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ട് കർത്താവിനോട് കൂടെ ആയിരുന്നാലും കർത്താവിനെ സ്വീകാര്യമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ സാധിക്കും. പൗലോസ്ലീഹ മരണത്തെ ഒട്ടും ഭയപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ഭയരഹിതമായ ജീവിതമാണ് നയിച്ചത്. സർവ രീതിയിലുമുള്ള ഭീഷണിയെ അദ്ദേഹം അഭിമുഖീകരിച്ചത് മരണത്തെ ഭയപ്പെടാതിരുന്നതിനാലാണ്. ആത്മാവിൻ്റെ ശരീരത്തിലുള്ള വാസത്തേക്കാൾ ഈ ശരീരം വിട്ടുള്ള വാസത്തെ ആഗ്രഹിച്ചു. മരണത്തിനു ശേഷവും അടിസ്ഥാനപരമായ മാറ്റമുണ്ടാകുന്നില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജീവനുള്ള ഒന്നിലും ഒരിക്കലും ചൈതന്യരഹിതമായി കഴിയുവാൻ സാധിക്കുകയില്ല. ഒന്നിനും മറ്റൊന്നിനോട് സംസർഗം ചെയ്യാതിരിക്കുവാൻ സാധിക്കുകയില്ല. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. 1 കൊരിന്ത്യർ 15:12 മുതൽ 14 വരെയുള്ള വേദഭാഗം. മരിച്ചവരുടെ ഉയർപ്പും ക്രിസ്തുവിന്റെ പുനരുദ്ധാനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അവിടത്തോടുകൂടെ ഉയർപ്പിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ അതെടുത്ത് പറയുന്നുണ്ട്. പുനരുദ്ധാനത്തിൽ നമുക്കുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ
ആവിഷ്കരിച്ച ശേഷം പുനരുദ്ധാനം എങ്ങനെ സംഭവിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനെയാണ്? ഏത് തരത്തിലുള്ള ശരീരത്തോടു കൂടിയായിരിക്കും അവർ പ്രത്യക്ഷപ്പെടുക? ഈ വിഷയം വിശദമായി വിശകലനം ചെയ്ത ശേഷം പൗലോസ് പറയുന്നു, ഇത് മനുഷ്യ ബുദ്ധിക്ക് ദുർത്തേജകമായ ഒരു മഹാരഹസ്യമാണ്. എങ്കിലും തൻ്റെ ശൈലിയിൽ ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുവാൻ ചില പ്രതീകങ്ങൾ എടുത്ത് കാട്ടി അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, വിതയ്ക്കുന്ന ശരീരം തന്നെ പുനർജീവൻ പ്രാപിക്കുന്ന ശരീരം. ഇവ തമ്മിലുള്ള അന്തരം എത്ര വലുതെങ്കിലും അത് യഥാർത്ഥത്തിൽ ഒരു ശരീരം തന്നെയാണ്. ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, ശരീരത്തിൽ ശക്തിയിൽ ഉയർക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉയർപ്പ് പ്രാപിച്ച് ഉന്നതിയിലേക്ക് പ്രയാണം ചെയ്യുവാൻ അപ്പോസ്തലൻ ആഗ്രഹിച്ചു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തോടു കൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും എന്ന് അദ്ദേഹം ഉപദേശിച്ചു. നിത്യജീവന്റെ മഹത്വത്തിലേക്ക് നമ്മെ നയിക്കുന്ന പ്രത്യാശയുടെ വചനങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു. ഈ ലക്ഷ്യം വെച്ച് അദ്ദേഹം ഓടി. വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം അദ്ദേഹത്തിനായി വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. മരണത്തിൽ നമ്മെ ദൈവസ്നേഹത്തിൽ നിന്നും വേർപെടുത്തുവാൻ കഴിയുകയില്ലെന്നും പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിച്ചു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചയ്ക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നുവെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 38-39 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ആ ബന്ധത്തിൽ വാങ്ങിപ്പോയവർ സജീവരാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഇതിലൊക്കെയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ കാര്യമുണ്ട്. നാം ഈ ലോകത്തിൽ എപ്പോഴും ഒരുക്കമുള്ളവരായി ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാത്തക്ക രീതിയിലുള്ള ഒരു അസുഖം വരികയോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടത്തക്ക വണ്ണം ഒരു കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ നാം ഭയപരവശരാകേണ്ട ആവശ്യമില്ല. ആ പൗലോസ് ശ്ലീഹ ഉറച്ച് നിന്നതുപോലെ നമുക്ക് ഏവർക്കും ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. അങ്ങനെ ഒരുക്കമുള്ളവരായി തീരണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ രക്ഷിതാവിൻ്റെ തിരുപ്പാദത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് അവന് വേണ്ടി നാം കാത്തിരിക്കുകയാണ് വേണ്ടത്. നാം ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയാലും അവൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മെ ചേർത്തുകൊള്ളും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി ആ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നതായ വിശ്വാസ സംഹിതയെ നാം മുറുക്കി പിടിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ നാം ഒരു മാതൃക പുരുഷനായും മാതൃകാ സ്ത്രീയായും ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെടുത്ത് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ജീവിതം മുമ്പോട്ട് നയിക്കാമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ സംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.